റിയൽമിയുടെ റിയൽമി P3X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി P3X 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയുടെ തന്നെ ഭാഗത്തുനിന്ന് റിയൽമി P1 എന്നുള്ളൊരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫോൺ ഇപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പം 13,700 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതായത് ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു ഫോൺ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിലാണെങ്കിൽ അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, പക്ഷെ ഇതിൽ LCD പാനലേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ എന്നുള്ളത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. എന്നാലും റിയൽമിയുടെ ഭാഗത്ത് തന്നെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേറെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽമിയുടെ തന്നെ ഭാഗത്തുനിന്ന് റിയൽമി P1 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 197 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.94 mm ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് IP6869 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും ഡസ്റ്റ് റെസിസ്റ്റന്റ് ഒക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള മികച്ച IP റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ആണ്. സ്ട്രെങ്ത്തിനൊക്കെ ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അപ്പം അതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിന്റെ ലൂണാർ സിൽവർ, മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ തന്നെ സ്റ്റെല്ലാർ പിങ്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6400 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോസസറാണ്. പിന്നെ MediaTek Dimensity 6300 എന്ന പ്രോസസറിന്റെ അപ്ഗ്രേഡഡ് വെർഷൻ ആയിട്ടാണ് ഈ പ്രോസസർ വരുന്നത്. പക്ഷേ കാര്യമായിട്ട് ഭയങ്കര വലിയ അപ്ഗ്രേഡ്സ് ഒന്നും വരുന്നില്ല. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്, ചെറിയ അപ്ഡേറ്റ്സേ വരുന്നുള്ളൂ. അപ്പം വലിയ മാറ്റങ്ങൾ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ റിയൽമി P1 എന്നുള്ള ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ MediaTek Dimensity 7050 എന്ന പ്രോസസർ വരുന്നുണ്ട്. അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. പിന്നെ വിവോയുടെ T3X 5G, iQOO Z9X 5G എന്നീ ഫോണിലൊക്കെ വരുന്നുണ്ട്. അതിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. 9 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 6GB റാമും 128GB ഇന്റേണലാണ് വരുന്നത്. 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ചെക്ക് ചെയ്തപ്പം eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് എന്നാണ് അതിൽ കാണിക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. eMMC സ്റ്റോറേജ് ടൈപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പം ഒരു 8,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 10GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ഈ ഫോണിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ അത് മിസ്സിംഗ് ആണ്. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്നും പറയേണ്ടി വരും. പിന്നെ റിയാലിറ്റി ഓഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് OmniVision OV50Dയുടെ സെൻസറാണ്. പിന്നെ 2 മെഗാപിക്സലിന്റെ 2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്.
6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6GB റാം വെർഷന്റെ വില വരുന്നത് 13,999 രൂപയാണ്. 8GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. പിന്നെ ഫെബ്രുവരി 28 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനീഷ്യലി ചില ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. ചില കാർഡുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം IP6869 റേറ്റിംഗും MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ഫോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം AMOLED ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ പ്രോസസ്സർ അത്ര ബെസ്റ്റ് എന്ന് പറയാനും പറ്റില്ല. ഇപ്പം റിയൽമിയുടെ തന്നെ ഭാഗത്തുനിന്ന് റിയൽമി P1 പോലുള്ള സ്മാർട്ട് ഫോണുകളൊക്കെ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിളും ആണ്. അപ്പം അതിലാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേയും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര വാല്യൂ ഫോർ മണി ആണ് എന്നും പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപയും കൂടി കൂട്ടിയിട്ട് CMF ഫോൺ 1 നോക്കാവുന്നതാണ്. അപ്പം അതും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.